നമുക്കറിയാം കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് വേടൻ എന്നുള്ളത്. വേടന്റെ ഗാനം കൊണ്ട് ആകർഷകരായിട്ടുള്ള നിരവധിയായ ആളുകളുണ്ട്. അതിനപ്പുറത്ത് വേടൻ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളായി മാറിയത് ഏതു പശ്ചാത്തലത്തിലായിരുന്നു എന്നത് വ്യക്തമാണ്. അത് നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആണ് പിടിയിലാക്കപ്പെടുന്നത്. അതിനുശേഷം വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് നിരവധിയായ ആളുകൾ എത്തുന്നത് കണ്ടതാണ്. അവിടെ സാധാരണ നിലയിൽ ഈ ലഹരി കേസുകളിൽ പെടുന്നവർക്ക് ലഭിക്കാത്ത മട്ടിലുള്ള ഒരു പരിഗണന വേടന് ലഭിക്കുന്നു. അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന വിമർശനം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതേസമയം വേടൻ്റെ രചനകളെ, കവിതയെ, വേടൻ്റെ ഗാനാലാപനത്തെയൊക്കെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ഇവിടെ ഈ സർവകലാശാല സിലബസിൽ വേടൻ്റെ കവിത ഇടം പിടിക്കുമ്പോൾ എന്തെങ്കിലും അസാധാരണത്വം താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ അഭിലാഷ്, ഇവിടെ ഈ വാർത്ത കാണുന്ന ഓരോ വ്യക്തിക്കും, കേരളത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഇതിലെ ഒരു അസാധാരണത്വം മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോ നാളെ ഈ പറഞ്ഞ പോലെ വേടന്റെ മറ്റൊരു പാട്ടുണ്ടല്ലോ, അതിന്റെ വരികൾ ഈ ഞാൻ പാണനല്ല, പുലനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു ഡാഷുമില്ല എന്ന് പറയുന്നത് നമുക്ക് ചർച്ചയിലൊന്നും പറയാൻ പറ്റാത്ത വാക്കുകളാണ്. അപ്പം അതുപോലും ഒരു പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഇടം പിടിച്ചേക്കാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ എക്സ്പേർട്ട് പാനൽ അവരെന്ത് കണ്ടിട്ടാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ലിറിക്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ആ ഇവാലുവേഷന്റെ മെത്തഡോളജി അറിഞ്ഞാൽ പോലും വലിയ കാര്യമായിരിക്കും. കാരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇവാലുവേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഇതിന് ഒരു പാഠപുസ്തകത്തിൽ ഒരു സ്ഥാനം പിടിക്കാൻ സാധിച്ചത് എന്ന് മാത്രം അവർക്ക് ഒരു പക്ഷേ പുറത്തേക്ക് വിടാൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യമായിരിക്കും. കാരണം ഞാൻ ഇതിന്റെ രാഷ്ട്രീയം ഒക്കെ തന്നെ മാറ്റിവെച്ചാലും ഇവിടെ വളർന്നു വരുന്ന തലമുറയ്ക്ക്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ നേരത്തെ ആ പാനലിസ്റ്റ് പറഞ്ഞത്, ഇവിടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്ത് പ്രയോജനമാണ് ഈ ലിറിക്സ് കൊണ്ട് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രയോജനമാണ് അവർക്ക് ഉണ്ടാവുന്നത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് ആ ലിറിക്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ലങ്കയിൽ പുലികൾ ഇനിയും എന്താ പറയാ ദാഹം മാറാതോടി നടപ്പൂ എന്ന് പറഞ്ഞാൽ LTT 2009 പരിപാടിക്ക് നിർത്തിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇപ്പോഴും അവർ ദാഹം മാറാതെ ഓടി നടക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ്, എങ്ങനെയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ ഈ പ്രൊഫസർ നേരിടേണ്ടി വരും. അപ്പൊ അതിനുള്ള ഉത്തരം ഈ പ്രൊഫസേഴ്സിന് ഉണ്ടാവും ഇത് പഠിപ്പിക്കുന്ന സമയത്ത്. മാത്രമല്ല ഈ ആമസോൺ വീര എന്ന് പറഞ്ഞൊരു വരിയുണ്ട് അതിൽ. അപ്പം ആമസോൺ വീര എന്ന് അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമ ഞാൻ കണ്ടിരുന്നു, അതിന്റെ ലിറിക്സിന്റെ. അത് അദ്ദേഹത്തിന്റെ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ആമസോൺ വാരിയർ എന്നാണ് പറയുന്നത്. ആമസോൺ വാരിയർ എന്ന് പറയുന്ന റെഫറൻസ് ഗ്രീക്ക് മിത്തോളജിയിലെ റെഫറൻസ് ആണ്. അത് ഹോമറിന്റെ ഇലിയറ്റിലൊക്കെ കാണാൻ പറ്റും. അപ്പം വളരെ എന്താ പറയുക, ഒരു സർഫേസ് ലെവൽ ഡിസ്കഷൻസ്, അല്ലെങ്കിൽ ആ സർഫേസ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ലിറിക്സ് മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ. അതിൽ സൊമാലിയയിലെ ബാല്യങ്ങൾ കുടിനീര് തേടി പല കാതങ്ങൾ താണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. സൊമാലിയയിലെ വിഷയങ്ങൾ ഒരു പക്ഷേ ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അൽ-ഷബാബിന്റെ കാര്യം പറയേണ്ടി വരും, അൽ-ഖയ്ദയുടെ അഫിലിയേറ്റ് ആയിട്ടുള്ള അൽ-ഷബാബിന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും, അതുപോലുള്ള പല തീവ്രവാദ സംഘടനകളുടെയും കാര്യം പറയേണ്ടി വരും. അവിടെ ക്ലാൻ നെറ്റ്വർക്കുകൾ വളരെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സൊമാലിയ ഈ അവസ്ഥയിൽ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായൊരു ഭരണകൂടം 1991 മുതൽക്കില്ല. അതിന് കാരണം ഈ പറഞ്ഞ പോലെ തീവ്രവാദ സംഘടനകളാണ്. അതായിരിക്കേണ്ടിയിരുന്നു കുട്ടികളിലേക്ക് എത്തിക്കുന്ന മെസ്സേജ്. പക്ഷെ അതിന് പകരം സൊമാലിയയിൽ എന്തൊക്കെയോ അട്രോസിറ്റീസ് ഉണ്ട് എന്ന് മാത്രമേ അത് കൺവേ ചെയ്യുന്നുള്ളൂ ഈ വരികൾ. പിന്നെ മെക്സിക്കൻ കനവുകൾ 1000 ഒരു മതിലാരെ ആര് തടുപ്പു, അങ്ങനത്തെ ഒരു വരിയുണ്ട് അതിൽ. അപ്പം അത് ബേസിക്കലി എന്താ പറയാ, US എന്ന് പറയുന്ന രാജ്യത്തിന് അവിടേക്കുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഡ്രഗ് ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതൊക്കെ തടയാൻ വേണ്ടിയാണ്. മറ്റേത് രാജ്യത്തെ പോലെ US അവരുടെ എന്താ പറയാ പൗരന്മാരുടെ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പൊ മെക്സിക്കൻ സ്വപ്നങ്ങൾ പൂവണിയാൻ ഇപ്പൊ എന്താ പറയുക, അവിടെ നിന്ന് B1 വിസയോ അല്ലെ B2 വിസയോ H1B വിസയോ TN വിസയോ അല്ലെ സ്റ്റുഡന്റ് വിസയിലൊക്കെ വന്നാൽ മതി. അപ്പം മെക്സിക്കൻ സ്വപ്നങ്ങൾ പൂവണിയും. അപ്പൊ ഇങ്ങനെയുള്ള ചില എന്താ പറയാ ഈ ഒരു അട്രോസിറ്റി ഷോപ്പിംഗ് നടത്തിയിട്ട് ഒരു ലിറിക്സ് ഉണ്ടാക്കി. അതിൽ ആഭ്യന്തര യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സർഫേസ് ലെവലാട്ടോ, ഇതൊന്നും ഒരു ഡെപ്തിൽ പോകുന്നില്ല. മെക്സിക്കോ US ഇഷ്യൂ പറയുന്നുണ്ട്, സാമ്പത്തിക. താങ്കൾ പറയുന്നത് പോലെ അങ്ങനെ സർഫേസ് ലെവലിൽ പോകുന്നുവെങ്കിൽ പോലും ഇത് വിഷയത്തിന്റെ താരതമ്യ പഠനം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ അസ് എന്നുള്ള മൈക്കിൾ ജാക്സന്റെ വരികളുമായി താരതമ്യം ചെയ്യൂ എന്നുള്ളതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ അപ്പൊ ഇവിടെയാണ് അഭിലാഷ് ഞാൻ പറഞ്ഞത്, ഇവിടെ ലിറിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അട്രോസിറ്റി ഷോപ്പിംഗ് നടത്തിയ ഒരു പാട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് വളരെ കൊഹറന്റ് ആയിട്ടുള്ള ഒരു തീം പിടിച്ചുകൊണ്ടുള്ള ഒരു സോങ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ ഇതിന് രണ്ടിനും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് മൈക്കിൾ ജാക്സനെ അപമാനിക്കുന്ന പോലെയാണെന്ന് ഞാൻ പറയുള്ളൂ. അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇവിടെ അതായത് അക്കാഡമിക് തലത്തിൽ ഈ 2 വരികൾ ഈ വിഷയത്തെ പരിഗണിച്ചാൽ പോലും താങ്കൾക്ക് അതിനോട് യോജിക്കാൻ സാധിക്കില്ല.
ഒരിക്കലുമില്ല. കാരണം ഇതൊരു എന്താ പറയുക, ഒരു 10 ന്യൂസ് ഹെഡ്ലൈൻ വായിച്ചു പോയ ഒരൊറ്റ വരിയിൽ വായിച്ചു പോയ പോലത്തെ അവസ്ഥയാണ് വേടന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ. നേരെ മറിച്ച് നമ്മൾ അതിനൊരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തിയിട്ട് മൈക്കൽ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് us എന്ന പാട്ടൊന്ന് എടുത്ത് കേട്ട് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പോലീസ് അതിക്രമം, റേഷ്യൽ ഇൻജസ്റ്റിസ്, ഇതാണ് അതിലെ സെൻട്രൽ തീം. ഇതിന്റെ സെൻട്രൽ തീം എന്താണ് അഭിലാഷേ? പരിസ്ഥിതി തകർച്ചയെ കുറിച്ച് പറയുന്നുണ്ട്, ആഭ്യന്തര യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, സാമ്പത്തിക ഉപരോധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, വംശീയാക്രമത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇതിൽ സെൻട്രൽ തീം എന്താണെന്ന് നാളെ ഒരു സ്റ്റുഡന്റ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഫസർ എന്താണ് ഉത്തരം പറയുക? അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇതിനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയെന്ന് ഇതിന്റെ എക്സ്പേർട്ട് പാനൽ ഒരു പക്ഷേ വ്യക്തമാക്കണം. കാരണം ഇങ്ങനെയുള്ള പാട്ടുകൾ അപ്പൊ നാളെ ഏത് ആൾക്കും ഇങ്ങനെയുള്ള ഞാൻ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെയുള്ള അറസ്റ്റും അല്ലെങ്കിൽ ഡ്രഗ്സുമായുള്ള ബന്ധവും ഒന്നും അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഇവരുടെ എന്താ പറയുക ഒരു പേഴ്സണാലിറ്റിയെ അല്ല, താങ്കൾ പറയുന്നത് പോലെ ഇവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഈ അക്കാഡമിക് തലത്തിൽ പഠിക്കേണ്ട വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ അത് ആരുടെ രചന എന്നതിന് ഒരു പ്രാധാന്യവും നൽകേണ്ടതില്ല എന്നാണോ? അതിന് പ്രാധാന്യമുണ്ട്, അതിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. പക്ഷേ നമുക്ക് ഈ ചർച്ചയിൽ എടുക്കേണ്ട അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ അക്കാഡമിക് തലത്തിൽ ചിന്തിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. അവർ ചിന്തിച്ചില്ല എന്നത് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് വലിയ പ്രശ്നം തന്നെയല്ലേ ശ്രീ? എങ്ങനെയാണ് നമുക്കതിനെ തള്ളിക്കളയാൻ സാധിക്കുക? അതായത് വേടൻ എന്ന ഗായകന്റെ ഗാനങ്ങളോട് യോജിപ്പോ ഒക്കെ ഉള്ളവരുണ്ടാകാം. പക്ഷേ ഇതൊരു സിലബസിന്റെ ഭാഗമാകുമ്പോൾ ഇതാരുടെ രചന, ആ രചയിതാവിന്റെ പശ്ചാത്തലം, അയാൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നതൊക്കെ ഒരു പക്ഷേ താങ്കൾ ഈ പറയുന്നത് പോലെ തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച ശരിയായ മാതൃകയിലേക്ക് പോയി അതൊരു മാതൃകയാക്കി മാറ്റിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ അങ്ങനെ നമ്മൾ പാഠപുസ്തകങ്ങളിലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മാതൃകയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല ഈ വ്യക്തി എന്നതും ആണല്ലോ വസ്തുത. അതെ, തീർച്ചയായിട്ടും. ഞാൻ അതാ പറഞ്ഞത്, ആ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചർച്ച മുഴുവൻ അതിന്റെ മുകളിൽ എന്താ പറയുക സംസാരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം തെറ്റിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് നന്മയിലേക്ക് എത്തിയോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ജാക്ക് ഡാനിയൽസ് ഒക്കെ അടിച്ചുകൊണ്ട് പാട്ട് പാടുന്ന പല വീഡിയോസാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതാണോ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കേണ്ട സന്ദേശം എന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷേ ഈ പറയുന്ന പോലെ പാഠപുസ്തകങ്ങളിൽ ഈ പാട്ടുകളൊക്കെ ഉൾക്കൊള്ളിക്കേണ്ട ആളുകൾ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ അതിന്റെ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഇതിന്റെ വീഴ്ചകൾ എവിടേക്കാണെന്നും ഇതൊരിക്കലും മൈക്കൽ ജാക്സന്റെ പാട്ടുമായിട്ട് ദേ ഡോണ്ട് കെയർ അബൌട്ട് us എന്ന പാട്ടുമായിട്ട് താരതമ്യം പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഇതിനില്ല എന്നതുമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. കാരണം അക്കാഡമിക് തലത്തിൽ ഇനിയിപ്പോ ഇതിന് മെറിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ മറക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ പോലും അക്കാഡമിക് തലത്തിൽ ഇതൊരു ഫെയിലിയർ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ നിങ്ങൾ നോക്കൂ, മൈക്കൽ ജാക്സന്റെ ആ പാട്ടിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. വേടന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ്? ശ്രീലങ്കയിലെ അട്രോസിറ്റീസ് സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തിന്റെ പേരൻസ് ഇന്ത്യയിലേക്ക് വരുന്നു. അവർക്ക് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ആക്സെപ്റ്റൻസ് കിട്ടുന്നു, അവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നു, വേടന്റെ പാട്ടുകളിലൂടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ച ഒരു സൊസൈറ്റിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ് മതമിരുളിൽ എന്താ പറയാ ഭാരതാംബ വെട്ടം തേടി അലയുകയാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പാട്ട്. അപ്പോ ഇവിടെ വന്നിട്ട് ഈ രാജ്യത്തെ എല്ലാ സൗകര്യങ്ങളും പറ്റി ജീവിച്ചിട്ട് അതിനെക്കുറിച്ച് മോശമായ ലിറിക്സ് എഴുതുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനെ ഒരു പാഠപുസ്തകത്തിൽ അത് അദ്ദേഹത്തിന്റെ ഫ്രീഡമാണ്, അദ്ദേഹത്തിന് ചെയ്യാം. അദ്ദേഹത്തിന്റെ പാട്ടുകൾ യൂട്യൂബിൽ ഇടാം, അല്ലെ അദ്ദേഹത്തിന്റെ സ്റ്റേജിൽ പാടാം, എന്തും ചെയ്യാം. പക്ഷെ ഇതൊരു പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? വരും തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് ഈ സർക്കാർ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ.